നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ലളിതാ സഹസ്രനാമം പതിവായി ജപിക്കുന്ന ഒട്ടേറെ പേർ നമുക്കിടയിലുണ്ട്. അർത്ഥമറിഞ്ഞും അറിയാതെയും ചൊല്ലുന്നവരുമുണ്ട്. എന്നാൽ ലളിതാ സഹസ്രനാമത്തിൻ്റെ രഹസ്യം എന്താണ്? സ്ത്രീകൾക്കായി ലളിതാ സഹസ്രനാമത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഫലങ്ങൾ എന്തെല്ലാമാണ്? സ്ത്രീകളുടെ ജീവിതത്തിൽ ലളിതാ സഹസ്രനാമത്തിൻ്റെ പ്രാധാന്യം എന്താണ്? ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സ്ത്രീകളുടെ ജീവിതത്തിൽ ലളിതാ സഹസ്രനാമത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം. സ്ത്രീകളുടെ ജീവിതത്തിൽ ലളിതാ സഹസ്രനാമത്തിന് വളരെ വലിയ പ്രാധാന്യമാണുള്ളത്. ഇത് കേവലം ഒരു സ്തോത്രം മാത്രമല്ല, മറിച്ച് സ്ത്രീകളുടെ മറഞ്ഞിരിക്കുന്ന ശക്തികളെ ഉണർത്താനും അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളിലും നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാനും സഹായിക്കുന്ന ഒരു മാണിക്യം തന്നെയാണ് ലളിതാ സഹസ്രനാമം. ഒരു സ്ത്രീ തൻ്റെ ബോധത്തെ ദേവിയുമായി ബന്ധിപ്പിക്കുമ്പോൾ അവളുടെ വ്യക്തിത്വത്തിൽ നിന്ന് ഒരു അത്ഭുതകരമായ പ്രകാശം പ്രകടമാകുന്നു. ഈ സ്തോത്രത്തിലെ ഓരോ നാമത്തിലും ഒരു ബീജമന്ത്രവും ശക്തിയും രഹസ്യവും അടങ്ങിയിരിക്കുന്നു. ഇത് ഒരു സ്ത്രീയുടെ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും നേരിട്ട് സ്വാധീനിക്കുന്നതാണ്. ലളിതാ സഹസ്രനാമം ഒരു സ്ത്രീക്ക് അവളുടെ യഥാർത്ഥ സ്വത്വം കാണിച്ചു തരുന്ന ഒരു കണ്ണാടിയായി കണക്കാക്കപ്പെടുന്നു. ഇത് അവളുടെ ബാഹ്യ സൗന്ദര്യത്തിൽ മാത്രം ഒതുങ്ങാതെ അവളുടെ പ്രഭാവലയത്തെയും ഊർജത്തെയും ആത്മാഭിമാനത്തെയും വർദ്ധിപ്പിക്കുന്നു. പ്രാചീന ബ്രഹ്മാണ്ഡ പുരാണത്തിൽ വിവരിച്ചിരിക്കുന്ന ലളിതാ സഹസ്രനാമം ജീവിതത്തിൽ അസന്തുലിതാവസ്ഥയും മാനസിക അസ്വസ്ഥതകളും അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് ശാന്തിയും ഐശ്വര്യവും നൽകുന്നതാണ്. ഇത് പതിവായി ഭക്തിയോടെ ജപിക്കുന്നതിലൂടെ ആന്തരിക മനസ്സ് ശുദ്ധീകരിക്കപ്പെടുകയും ജീവിതത്തിൽ സമാധാനം വന്നു ചേരുന്നതുമാണ്. മാത്രമല്ല, വീട്ടിൽ ഐശ്വര്യവും സമൃദ്ധിയും വർദ്ധിക്കുകയും മുഖത്ത് ദിവ്യമായ പ്രകാശം ദൃശ്യമാകുന്നതുമാണ്. ഇനി ആത്മീയപരമായി നോക്കിയാൽ, ഒരു സ്ത്രീ ദേവിയുടെ നാമങ്ങൾ ഉച്ചരിക്കുമ്പോൾ അവളുടെ ഉള്ളിലെ സുഷുപ്താവസ്ഥയിലുള്ള ഊർജ കേന്ദ്രങ്ങളായ ചക്രങ്ങൾ സാവധാനം സജീവമാകുവാൻ തുടങ്ങുന്നതാണ്. പ്രത്യേകിച്ച് അനന്തമായ സ്നേഹം, ദയ, ആത്മവിശ്വാസം, ആകർഷണം എന്നിവയുടെ ഉറവിടങ്ങളായി കണക്കാക്കപ്പെടുന്ന ഹൃദയ ചക്രവും സഹസ്രാര ചക്രവും ഇതിലൂടെ ശക്തിപ്പെടുന്നതാണ്. കൂടാതെ സ്ത്രീയുടെ ശരീരത്തിൽ ചന്ദ്ര തത്വത്തിൻ്റെ സ്വാധീനം കൂടുതലായിരിക്കും. ഇത് അവളുടെ മനസ്സ്, വികാരങ്ങൾ, സൗന്ദര്യം എന്നിവയുടെ പ്രധാന ഉറവിടമാണ്. ഈ ചന്ദ്രതത്വത്തിൽ അസന്തുലിതാവസ്ഥ ഉണ്ടാകുമ്പോൾ ജീവിതത്തിൽ അസ്വസ്ഥതയും അസ്ഥിരതയും മുഖത്ത് വിഷാദവും ഉണ്ടാകുന്നതാണ്. ലളിതാ സഹസ്രനാമം ജപിക്കുന്നതിലൂടെ ഈ ചന്ദ്രതത്വം സന്തുലിതമാവുകയും മനസ്സ് ശാന്തമാവുകയും അനാവശ്യമായ ഉത്കണ്ഠകൾ കുറയുകയും മുഖത്തിൻ്റെ പ്രഭാവലയം സ്വയമേവ തിരികെ വരികയും ചെയ്യുന്നതാണ്. ഇനി ആത്മീയ ഗ്രന്ഥങ്ങളും ആധുനിക കാഴ്ചപ്പാടുകളും മാനസിക സമ്മർദ്ദവും ഹോർമോൺ അസന്തുലിതാവസ്ഥയും സ്ത്രീകളുടെ ജീവിതത്തിലെ പ്രധാന വെല്ലുവിളികളായി കണക്കാക്കുന്നു. ലളിതാ സഹസ്രനാമം പതിവായി ജപിക്കുന്നതിലൂടെ മനസ്സിനെ സ്ഥിരതപ്പെടുത്തുകയും അതുവഴി സമ്മർദ്ദം കുറയുകയും ശരീരത്തിൻ്റെ ആന്തരിക പ്രവർത്തനങ്ങളെ സന്തുലിതമാക്കുന്നതുമാണ്. ഇനി ഈ സ്തോത്രം ജപിക്കുന്ന സ്ത്രീയുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും അവളുടെ സ്വഭാവം കൂടുതൽ മൃദുലവും ആകർഷകവും തേജസ്വിയാകുകയും ചെയ്യുന്നതാണ്. മാത്രമല്ല, അവളുടെ പ്രഭാവലയം ഒരു കാന്തം പോലെ മറ്റുള്ളവരെ ആകർഷിക്കുകയും അവളുടെ വ്യക്തിത്വം ആളുകളെ അവളിലേക്ക് അടുപ്പിക്കുന്നതുമാണ്. ഈ ആകർഷണം ബാഹ്യരൂപത്തിൽ നിന്നു മാത്രമല്ല, ഉള്ളിൽ നിന്ന് വരുന്ന ഊർജത്തിൽ നിന്നും സമാധാനത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ്. ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോൾ മനസ്സിലെ തിരശീലകൾ പതിയെ മാറുകയും വർഷങ്ങളായി അടിഞ്ഞുകൂടിയ ഭ്രമങ്ങൾ, സംശയങ്ങൾ, ഭയങ്ങൾ എന്നിവ അലിഞ്ഞ് ഇല്ലാതാകുന്നതുമാണ്. ദേവിയുടെ 1000 നാമങ്ങളിൽ ഓരോന്നും സ്ത്രീയുടെ സ്വഭാവത്തിലെ മറഞ്ഞിരിക്കുന്ന ശക്തികളെ വെളിപ്പെടുത്തുന്നു. കരുണയുടെ സാഗരം, അതുല്യമായ സൗന്ദര്യത്തിൻ്റെ മൂർത്തി, അജയ്യമായ ശക്തി, പരമമായ ജ്ഞാനത്തിൻ്റെ ദേവി എന്നിങ്ങനെ ദേവിയുടെ ഓരോ നാമവും ഉച്ചരിക്കപ്പെടുമ്പോൾ അത് ചൊല്ലുന്ന വ്യക്തി സ്വന്തം ഉള്ളിൽ അതേ ഗുണങ്ങൾ പ്രകടമാകുന്നത് അനുഭവിക്കുവാൻ തുടങ്ങുന്നതാണ്. സഹസ്രാര ചക്രം സ്ത്രീക്ക് ദിവ്യമായ ഉൾക്കാഴ്ചയും
ആഴത്തിലുള്ള അറിവും നൽകുന്നു. ഇത് കേവലം ഭൗതികമായ നേട്ടങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല, മറിച്ച് ഒരു സ്ത്രീയെ അവളുടെ അടിസ്ഥാന ശക്തിയുമായി ബന്ധിപ്പിക്കുന്നു. വീടും കുടുംബവും നോക്കുന്നതിൽ മാത്രം ഒതുങ്ങാതെ സമൂഹത്തെയും സംസ്കാരത്തെയും ആത്മീയതയും മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ശക്തി ഇതിലൂടെ വർദ്ധിക്കുന്നതാണ്. ഇതിനെല്ലാം ഉപരി ലളിതാ സഹസ്രനാമം പതിവായി ജപിക്കുന്ന ഒരു സ്ത്രീക്ക് ദേവിയുടെ നേരിട്ടുള്ള രൂപം അവളുടെ ഉള്ളിൽ അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതാണ്. ഇത് വെറും മന്ത്രങ്ങളുടെ ശേഖരം മാത്രമല്ല, സ്ത്രീയുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ദേവിയുടെ കണ്ണാടിയാണ്. ചുരുക്കത്തിൽ ലളിതാ സഹസ്രനാമം ഒരു സ്ത്രീക്ക് അവളുടെ മനസ്സും ശരീരവും മുഴുവൻ ഊർജവും ഒരു പുതിയ വെളിച്ചത്താൽ നിറയ്ക്കുന്നു. ഈ പ്രകാശം പുറത്തുനിന്ന് മാത്രമല്ല, ഉള്ളിൽ നിന്ന് പുറപ്പെട്ട് മുഴുവൻ അന്തരീക്ഷത്തെയും പവിത്രമാക്കുന്നു. അങ്ങനെയുള്ള സ്ത്രീയുടെ വാക്കുകളിൽ മാധുര്യമുണ്ടാകുകയും അവളുടെ കണ്ണുകളിൽ ആത്മവിശ്വാസം തിളങ്ങുകയും അവളുടെ സാന്നിധ്യത്തിൽ എല്ലാവർക്കും സുഖവും സന്തോഷവും തോന്നുന്നതുമാണ്. ഇനി ലളിതാ സഹസ്രനാമം ഭക്തിയോടെയും ശ്രദ്ധയോടെയുമാണ് ചൊല്ലേണ്ടത്. അതുപോലെ തന്നെ നിത്യേന ലളിതാ സഹസ്രനാമം ചൊല്ലുന്നതിലൂടെ ഫലം ഇരട്ടിക്കുന്നതാണ്. മാത്രമല്ല, ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു ദിനചര്യയുടെ ഭാഗമാക്കുന്നതാണ് കൂടുതൽ ഉത്തമം. മുടങ്ങാതെ എല്ലാ ദിവസവും ഭക്തിയോടുകൂടി പാരായണം ചെയ്യുന്ന ഏതൊരു സ്ത്രീക്കും 100% ദേവിയുടെ നേരിട്ടുള്ള രൂപം അവളുടെ ഉള്ളിൽ തന്നെ അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതാണ്. ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ലളിതാ സഹസ്രനാമത്തിലെ ദേവിയുടെ 1000 നാമങ്ങൾ മുടങ്ങാതെ നിത്യേന ജപിക്കുന്നതിലൂടെ മാത്രമേ ഈ പറഞ്ഞ ഫലങ്ങൾ ലഭിക്കുകയുള്ളൂ. ദേവിയുടെ 1000 നാമങ്ങളിൽ ഓരോന്നും ഉച്ചരിക്കുമ്പോഴും നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതാണ്. ശക്തി സ്വരൂപിണിയും പ്രപഞ്ചമാതാവുമായ ആദിപരാശക്തി ത്രിശൂലധാരിയാണ്. ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി എന്നിവയുടെ പ്രതീകമാണ് ത്രിശൂലം. ഈ 3 ശക്തികളും ദേവിയിൽ നിക്ഷിപ്തമായിരിക്കുന്നു എന്ന് സാരം. ദേവീ പ്രീതിക്ക് ഏറ്റവും ഉത്തമമായ മാർഗമാണ് ലളിതാ സഹസ്രനാമജപം. ഭഗവതിയുടെ 1000 നാമങ്ങൾ ഉൾക്കൊള്ളുന്ന സ്തോത്രസംഗ്രഹമാണ് ലളിതാ സഹസ്രനാമം. ലളിതാ സഹസ്രനാമം നിത്യേന പാരായണം ചെയ്യുന്ന വീട്ടിൽ രോഗദുരിതം, ദാരിദ്ര്യം എന്നിവ ഉണ്ടാകുന്നതല്ല. മാത്രമല്ല, കുടുംബൈശ്വര്യം വർദ്ധിക്കുകയും ക്ലേശങ്ങൾ ഇല്ലാതാകുന്നതുമാണ്. കൂടാതെ ജാതകദോഷം, ഗ്രഹപ്പിഴ ദോഷങ്ങൾ എന്നിവയൊന്നും അലട്ടുന്നതുമല്ല. ഇനി ഉത്തമ സന്താന സൗഭാഗ്യത്തിനും സന്താന പുരോഗതിക്കും വൈദവ്യ ദോഷ ശാന്തിക്കും ദീർഘായുസ് വർദ്ധിക്കുന്നതിനും ലളിതാ സഹസ്രനാമം നിത്യേന ചൊല്ലുന്നത് ഉത്തമമാണ്. ലളിതാ സഹസ്രനാമജപത്തിലൂടെ മനസ്സ് ശാന്തമാവുകയും ഏതു പ്രതിസന്ധികളെയും നേരിടുവാനുള്ള മനക്കരുത്ത് ലഭിക്കുന്നതുമാണ്. ഇനി അർത്ഥം അറിഞ്ഞ് ജപിച്ചാൽ ഇരട്ടി ഫലം ലഭിക്കുന്നതുമാണ്. ലളിതാ സഹസ്രനാമത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ രഹസ്യം മനസ്സിലാക്കി നിത്യേന ഇത് പാരായണം ചെയ്തു നോക്കൂ. ഉറപ്പായും ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ്. എല്ലാവർക്കും ലളിതാദേവിയുടെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.